ഇന്നലത്തേൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ വീഡിയോ. ഇന്നലെ ഞാനൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഞാൻ മറന്നുപോയതല്ല, ആ കാര്യം നടന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് വീണ്ടും പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുവാണ് റെഡിയായിട്ട്. ഐഷു ഉറക്കുമായിരുന്നു, അതാണ് ഐഷുവിൻ്റെ നോക്കുന്നില്ലാണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇപ്പം സാധിക്കാൻ വേണ്ടിയിട്ട് ഈ പോക്ക് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു കാര്യം ചെയ്യണമെന്ന്. അപ്പോൾ ഇത് ചെയ്തു കൊടുക്കാൻ ഞങ്ങളല്ലാണ്ട് വേറെ ആരുമില്ല ഐഷുവിന്. അപ്പോൾ ഐഷുവിന് വേണ്ടിയിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ചെറിയൊരു വളയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അവൾക്ക് ഓൾറെഡി 2 തളയുണ്ടായിരുന്നു, അതുപോലെ ഒരു കുഞ്ഞു മാലയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് മേടിച്ചതൊന്നുമല്ല, അത് രണ്ടും കൊടുത്തിട്ട് ഞങ്ങൾ വേറൊരു വള പണിയിക്കുവാണ് ചെയ്തത്. ഇപ്പം കുഞ്ഞ് വലുതായി കഴിഞ്ഞപ്പോൾ അവൾക്ക് തളയും പിന്നെ അതുപോലെ ആ ചെറിയ മാലയൊന്നും പാകാവുന്നുണ്ടായിരുന്നില്ല. അപ്പം അതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. കുറച്ച് ദിവസമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരാഴ്ചക്ക് മേലെയായി കൊടുത്തിട്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷെ അവർ 2 വളയായിട്ടാണ് പണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഒട്ടും ഐഷുവിന് പാകമാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതെന്ന് ഒരു വള മതിയെന്നാ, കാരണം ഒട്ടും വെയിറ്റ് ഉണ്ടായിരുന്നില്ല ഗോൾഡിന്. അപ്പോൾ ഒറ്റ വള പണിയണതാണ് അതുകൊണ്ട് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഒറ്റ വള തന്നെ പണിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പം ഇതാണ് ആ വള. വലിയൊരു കാണിക്കാൻ പറ്റിയ വലിയൊരു ഇതൊന്നുമല്ല, ഒരു കുഞ്ഞു വളയാണ് കേട്ടോ ഐഷുവിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്കല്ലെങ്കിലും വലിയ ആരും തരാനൊന്നുമില്ല ഗിഫ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഐഷുവിന് വേണ്ടിയിട്ടാണെങ്കിലും എനിക്കാണെങ്കിലും ചാച്ചനാണെങ്കിലും പുറത്തൊന്നും ആരുമില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഐഷുവിന് കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. കുറേ നാളത്തെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇത്. എനിക്ക് ഭയങ്കര ഒരു വലിയ കാര്യമാണേ. ഇങ്ങനെ പണിഞ്ഞാലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി ഊരിയെടുക്കും, അതാണ് പ്രശ്നം. മാത്രല്ല കൊറേ പേര് എടുക്കും കുട്ടീനെ വന്നിട്ട്. അപ്പൊ ഈ കുട്ടി ആരെങ്കിലും ഊരി കൊടുത്താലും നമ്മളത്ര. എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ എനിക്കൊരു വളയോ തളയോ ഒക്കെ ഇടാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കൊച്ചു മാലയൊക്കെ വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഗോൾഡിൻ്റെ. എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാവരും ഗോൾഡിൻ്റെ ചെറിയ കമ്മലും തൂക്കും അതുപോലെ മാലയൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഭയങ്കര ആശയായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ മേടിച്ചു തരാനൊന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പൊട്ടിക്കമ്മലാണ്. ഇത്രയോ ചെറിയ ഗ്രാമോ വരുന്ന, 1 ഗ്രാമോ അല്ലെങ്കിൽ 1-2 ഗ്രാമോ, അതിൽ കൂടുതലില്ല, അത്രയുള്ളൊരു കുഞ്ഞു കമ്മലാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നീട് 10ാം ക്ലാസ്സിൽ പാസ്സായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ ചിട്ടി കൂടിയിട്ട് ഒരു പവൻ്റെ മാല മേടിച്ച് തന്നത് കേട്ടോ. അതൊക്കെ എനിക്ക് വലിയ കാര്യമായിരുന്നു. അതെൻ്റെ കല്യാണം കഴിയണോടം വരെ എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന്. അതെ, ഇതൊക്കെ എനിക്ക് വലിയ കാര്യമാണ് കേട്ടോ. കാരണം ഒന്നുമില്ലാത്തവർക്കായിരിക്കും ചിലപ്പോൾ അതൊക്കെ ഒന്നും മനസ്സിലാവത്തുള്ളൂ, ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ ഒക്കെ. ഒത്തിരി സ്വർണ്ണമൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ ഒരു ഇല്ലായ്മയുടെ ഒരു ഹാർഡ് എത്രയാണെന്ന് മനസ്സിലാവത്തില്ല. എല്ലാവരും കൂടെ പഠിക്കുന്നവരെല്ലാം ഒരേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ നമുക്കൊന്നുമില്ലായ്മയും അതുപോലെ തന്നെ നമ്മൾ ഇമിറ്റേഷൻ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഉള്ള വീട്ടിലെ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ കുത്തുവാക്ക് പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു പ്രയാസം നേരിട്ടിട്ടുണ്ട് അന്നൊക്കെ. അപ്പോഴേ ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു മകളുണ്ടാവുകയാണെങ്കിൽ അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന്, എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ നടത്താനും അവർക്ക് ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് മേടിച്ചു കൊടുക്കാനും ഒക്കെ. കാരണം എനിക്കാരും ഉണ്ടായിരുന്നില്ല കണ്ടറിഞ്ഞ് മേടിക്കാനൊന്നും. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഡേ ടു ഡേയിലാണ് കേട്ടോ പോയത്. ഞങ്ങളുടെ അടുത്തുനിന്ന് തൊട്ട് അടുത്ത് തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. വീക്കെൻഡ് ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കൊരു ചെറിയ ചെരുപ്പ് മേടിക്കണമായിരുന്നു. അതൊന്നും നോക്കാൻ എന്തൊരു
ഞാൻ ഇതൊന്നും വാങ്ങിക്കില്ല കേട്ടോ, ഇങ്ങനത്തെ ഒന്നും പറ്റത്തില്ല. ഇതൊക്കെ കാണാൻ കൊള്ളാന്നുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കാൻ. ഓരോ ഡ്രസ്സിന്റെ കളറിനനുസരിച്ച് ഇടാം അല്ലേ? എന്റെ സ്ഥിരം ചെരുപ്പ് ഇങ്ങനത്തെ ചെരുപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ ചെരുപ്പാണ് എനിക്കിഷ്ടം. ഒത്തിരി ഹീലൊന്നും ഇല്ലാത്ത. ഇതിപ്പോ ഇത്തിരി ഹീലുണ്ട്, എനിക്ക് ഹീലുള്ള ഒന്നും ഇഷ്ടമല്ല. ഇത് വെച്ച് പറഞ്ഞാൽ കൊണ്ടാളുണ്ടല്ലോ, ഇരിപ്പ് കാണട്ടോ. കുറേ ഉണ്ട്, കുറേ കളക്ഷൻ. കണ്ണഞ്ചിപ്പി കണ്ണ് പിന്നെ എന്ത് കിട്ടിയാലും കൊള്ളാം, ഇത് കൊള്ളാം. അതല്ല, എനിക്ക് ചെറിയതാണ്, ചെറിയ നല്ലതും നോക്കണം, റേറ്റ് കുറവുള്ളൂ. എനിക്ക് വേണമെന്നില്ല, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചെരുപ്പിനാണെങ്കിലും ഡ്രസ്സിനാണെങ്കിലും ഒരുപാട് കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ഡേ ടു ഡേയിൽ. അപ്പോൾ കുഞ്ഞിന് പറ്റിയൊരു ചെരുപ്പ് നോക്കുവാണെങ്കിൽ അവരുടെ സൈസ് അല്ല, ഇത് വലുതാണ്, അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ കയറിയത് കുഞ്ഞിനുള്ള ഉടുപ്പ് മേടിക്കാനാണ് കേട്ടോ. പക്ഷെ അവൾക്ക് ഒരു ഉടുപ്പാണ് ഞാൻ മേടിച്ചുള്ളൂ. അവിടെ നിന്ന് ഒരെണ്ണേ അവൾക്ക് പാകത്തിയത് നല്ലതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഡേ ടു ഡേ ആയതുകൊണ്ട് തന്നെ വില കുറവിനും കിട്ടും. അതുമാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ നോക്കി തന്നെ നല്ലത് നോക്കി സെലക്ട് ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട് വേണം അത് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങളുടെ ഒരു കൺസേണിനൊക്കെ നോക്കിയിട്ട് ഒരേ ഒരു ഡ്രസ്സാണ് ഐശുവിന് ഇവിടെ നിന്ന് നല്ലതായിട്ട് കിട്ടുള്ളൂ. സാധാരണ ഐശുവിന് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇടാനുള്ളതൊക്കെ ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഐശു ഭയങ്കര ഓട്ടം ചാട്ടം ഒക്കെ. സാധാരണ കുട്ടികൾക്കുള്ളതാണെങ്കിലും വലിയ ജെൻസിനുള്ളതാണെങ്കിലും ഇവിടെ കളക്ഷൻ നന്നായിട്ട് ഉണ്ട്. പക്ഷെ ഇന്ന് ഈ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഒട്ടും കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ജെൻസിന് വേണ്ടതും മേടിച്ചില്ല, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ട ഒരു ഡ്രസ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇവിടെ സാധാരണ പോകുമ്പോൾ സ്ത്രീകൾക്കുള്ള യാതൊരു സാധനവും ഉണ്ടാവാറില്ല. ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് ചേരുന്നോ അല്ലെങ്കിൽ നമുക്ക് ഇടാൻ പറ്റിയതോ ഒന്നുമല്ല. നെറ്റിക്ക് ഇടാൻ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് വേണ്ടിയിരുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ വീട്ടിലിരിപ്പുണ്ട്. ഞാൻ അങ്ങനെ എപ്പോഴും ഡ്രസ്സൊന്നും വാങ്ങിക്കാറില്ല. ഞാൻ ഡേ ടു ഡേയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് സമയം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാനും എടുക്കാനും ഒക്കെ. പക്ഷെ ഒന്നും അങ്ങനെ വാങ്ങിക്കത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് നോക്കി ഒരുപാട് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രം ഒന്നോ രണ്ടോ വാങ്ങിക്കാറുള്ളൂ. പിന്നെ എനിക്ക് ക്ലിപ്പ് ഉണ്ടായിരുന്നില്ല തലയിൽ കെട്ടാനായിട്ട്, അപ്പം ഞാൻ അതൊന്നും നോക്കി. മേടിച്ചോ, ഇഷ്ടമുള്ള മേടിച്ചോ. ഇവിടെ ഉണ്ട്. ചെറിയ കയ്പാണോ, എന്തോ വേണ്ടേ? അതാണോ വേണ്ടേ? അതിവിടെ നോക്കിയിട്ട് കാര്യമില്ല, കുറച്ചങ്ങോട്ടങ്ങ് മാറി നോക്കണം. സെഷൻ വ്യത്യാസം ഉണ്ടാവും. ആ അത് തന്നെയല്ലേ, സെയിം അല്ലേ, കളർ വ്യത്യാസമല്ലേ? ഉണ്ടോ? എന്നാ വാ, അപ്പുറത്തുണ്ട്, അപ്പുറത്തുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ക്ലിപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ തലയിൽ കെട്ടുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ക്ലിപ്പ് മേടിച്ചതാണ്. ഇതിപ്പോൾ ഓഫറിലായതുകൊണ്ട് കുറേ പാക്കിലുണ്ട് കേട്ടോ. ഒരു 10-12 ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഒരു സെക്ഷനിൽ രണ്ടെണ്ണം ആയിട്ട് അങ്ങനെ ഒരു 5-6 ഉണ്ട്. അത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം, മാറ്റി ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞാനൊരു ചേട്ടനെ അവിടെ കണ്ടു, മുടിയൊക്കെ ഉള്ള ആ ചേട്ടനാണ് പറഞ്ഞത് അവിടെ കുറേ സെലക്ഷൻ ഉണ്ട്, അപ്പുറത്തോട്ട് പോയി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അതാണ് സംസാരിച്ചതാണ് കേട്ടോ അവിടെ. അപ്പം ഐശുവിന് ഒരു റാ നോക്കാമെന്ന് പറഞ്ഞാട്ടോ ഞങ്ങൾ പോണത്. ചാസന്റെ രാജകുമാരി കിരീടധാരണം കഴിഞ്ഞു. ചാച്ചന്റെ രാജകുമാരി ഇതാ ഇവിടെ. യെസ്. അയ്യോ, രാജകുമാരി അച്ഛന്റെ മാത്രല്ല അമ്മയുടെ രാജകുമാരി. തിരിച്ചു വെച്ചേക്കണം. എങ്ങനാണോ? ഓ, അമ്മയുടെ രാജകുമാരി, നമ്മുടെ മുത്തുമണി. അതാണോ ഇഷ്ടായേ? അങ്ങനെയല്ല, അത് അങ്ങനല്ല. കഴുത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. കഴുത്തിൽ വെച്ച് നോക്കണം, അവള് കറിഞ്ഞൂടല്ലോ.
ചേരുന്നുണ്ടല്ലേ. ഊരി പോകുന്നത് കണ്ണിലൊന്നും കൊള്ളണ്ട മതി. ഇട്ടടി തലര് വെച്ചേ. ഞങ്ങൾ റാ നോക്കാനാണ് പോയത്, പക്ഷെ റായൊന്നും മേടിച്ചില്ല കേട്ടോ. അപ്പോൾ ആയിഷുവിൻ്റെ തലയിൽ വെച്ച് നോക്കിയപ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് വലുതാണ്. അപ്പോൾ ഊരി ഊരി പോകുന്നു. അവളാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചാച്ചു പറഞ്ഞു അത് വാങ്ങിക്കണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. ഞാൻ വീണ്ടും അങ്ങോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും ക്ലിപ്പ് കണ്ടു. അപ്പോൾ ഞാനൊന്ന് നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചതിനേക്കാളും വില കുറഞ്ഞ രീതിയിൽ എനിക്ക് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും നോക്കുവാണ് കേട്ടോ. ചാച്ചൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ പോരെ, നീ എന്തിനെത്രയും നോക്കുന്നത്, അത് എടുത്തോ എന്ന് പറഞ്ഞാൽ അത് തന്നെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ. വീക്കെൻഡിൽ ഞങ്ങൾ ഇതുപോലെ നടക്കാൻ ഇറങ്ങുമ്പോൾ ഡേ ടു ഡേയിലോട്ട് ഒന്ന് കയറും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായി. ഉത്സവത്തിനൊക്കെ നമ്മൾ പോവില്ലേ, ഉത്സവം പള്ളിപ്പെരുന്നാൾ, ആ ഒരു ഫീലാണ് കേട്ടോ. നിറച്ച ആളും ബഹളവും പിന്നെ കുറേ സാധനങ്ങളും അതൊക്കെ ആകുമ്പോൾ ഒരു വല്ലാത്തൊരു ത്രില്ലാണ് ഇതിന്. എനിക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണാനും പിന്നെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഇതിനകത്തോട്ട് വരിക. ഞാൻ അങ്ങനെ എല്ലാം കൂടി അങ്ങനെ വാരിക്കെട്ടി മേടിച്ചുകൊണ്ടൊന്നും പോവാറില്ല കേട്ടോ. എനിക്കത് അത്ര വലിയ, ഞാൻ അങ്ങനെ ഒത്തിരി ഷോപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. കുളിപ്പിന്നൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് കെട്ടാൻ പാകത്തിനുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെയാണ് കേട്ടോ ഇത്. ക്ലിപ്പുകൾ, സ്ലൈഡുകൾ, നല്ല രസമുണ്ട് കേട്ടോ. കുഞ്ചലം പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നല്ല രസമുള്ള ക്ലിപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഈ എടുത്ത ക്ലിപ്പില്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എന്നോട് ചാച്ചൻ പറഞ്ഞു ഇത് എടുത്തോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം പക്ഷെ ഞാനിത് ബില്ലിങ് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ ഊരി എടുത്ത് വെച്ചിട്ടോ. 5 ദിർഹംസോ 6 ദിർഹംസോ എന്തോ ആണ്. ഞാൻ വിചാരിച്ചു വേണ്ട, എനിക്കിപ്പോൾ ഇത്രയും ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്കിനി ഇതും കൂടി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനത് ഉപേക്ഷിച്ചു കേട്ടോ അവിടെ തന്നെ. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഡ്രസ്സാണെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. 1 തൊട്ട് 20 വരെ ദിറംസാണ് ഇതിന് വരുന്നത്. 1 ദിറംസിൻ്റെ ഒന്നും സാധനങ്ങൾ കാണാനേ ഇല്ല കേട്ടോ. അപ്പോൾ വളയുടെ ഒരു സെക്ഷനിലോട്ട് പോയതാട്ടോ. എൻ്റെ ഡ്രസ്സിൻ്റെ അതേ വളയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറിലുള്ള ഒരുപാട് വളകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ കുഞ്ചലം വെച്ചിട്ടുള്ള വളയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അതൊന്നും എനിക്ക് ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ കറുത്ത കുഞ്ചലം വെച്ച വള എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് പക്ഷെ എൻ്റെ പാകത്തിലുള്ളതല്ല കേട്ടോ. ഈ ഗോൾഡി കുഞ്ചലം വെച്ച വളയുണ്ടല്ലോ, അതൊന്നും എൻ്റെ പാകത്തിലുള്ളതല്ല, കുറച്ചുകൂടെ ചെറുതാണ് കേട്ടോ. ഇനി സോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ കയറ്റിയെടുക്കാം, പക്ഷെ ഞാൻ അതിനൊന്നും ട്രൈ ചെയ്തില്ല. എനിക്കത് വേണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കാനും മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു വളയൊന്ന് ഇട്ട് നോക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ഒരു മോഡലാണ്. അത് നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. പക്ഷെ ഇട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ വളയുടെ മുകളിൽ കൂടെ മുത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഡാമേജ് പീസാണ്. അതിനകത്ത് ആ മുത്തൊക്കെ വിട്ട് വിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടോ. അപ്പം ഞാനൊരു കമ്മലൊക്കെ നോക്കുവാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും എനിക്ക് ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ എനിക്ക് ഐഷുവിനൊരു മുത്തുമാല മേടിക്കണമെന്ന് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ ചാച്ചൻ പറഞ്ഞു വേണ്ട, അവളത് ഒന്നെങ്കിൽ മുത്തുമാല പിടിച്ച് കടിച്ച് തിന്നും, അതല്ലെങ്കിൽ അവളത് പൊട്ടിക്കല്ലേ തലേന്നൊക്കെ ഊരി എടുക്കും. അപ്പം അതിപ്പോൾ വേണ്ട, കുറച്ചുകൂടി വലുതായിട്ട് നമുക്കത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്രമവും അവിടെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നീങ്ങുവാണേ. നാട്ടിൽ പോകുന്ന ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. കുറച്ച് പൈസയേ ഉള്ളൂ, കുറേ സാധനങ്ങൾ നമുക്ക് മേടിച്ചിട്ട് പോവാം. എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. വലിയ ആൾക്കാർക്കായാലും കൊച്ചു കുട്ടികൾക്കായാലും എല്ലാവരുടെ ഇഷ്ടങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ കുറേ ടൈപ്പ് കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കമ്മലുകളൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളുടെ ഓഫീസ് വെയറിന് ഇതൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ യൂണിഫോം ആയിരിക്കും ഞങ്ങൾ ഇട്ടിട്ട് പോവുക. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കമ്മലുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെയും കുറേ നടന്ന് നീങ്ങി കഴിഞ്ഞിട്ട് ഇതുപോലുള്ള പൂജ അതുപോലുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കരകൗശല വസ്തുക്കളെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു സാധനങ്ങളാണ് ഇത്. നല്ലൊരു രസമുണ്ടായിരുന്നു. അതിൻ്റെ ഡിസൈനിങ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു കണ്ണാടിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ബാഗുകളാണ് കേട്ടോ. കുറേ വെറൈറ്റി ടൈപ്പിലുള്ള ബാഗുകളാണ്. പ്രത്യേകം
തരത്തിലുള്ള പ്രിന്റിങ്ങും കാര്യങ്ങളുമാണ് ഇത്. പിന്നെ നാട്ടിൽ പനയുടെ ഓല വെച്ചിട്ടാണെന്ന് തോന്നുന്നു ആ ബാഗൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതോ ഇനി പ്ലാസ്റ്റിക് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്ലവേഴ്സിന്റെ സെക്ഷനിലോട്ട് പോവാണ് കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റിക് പൂവുകളാണ് കേട്ടോ, പക്ഷെ ഭയങ്കര ഒറിജിനാലിറ്റി ആണ് കേട്ടോ ഇതിന്റെ ഒരു മേക്കിംഗ് ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൂം നിറച്ച് പൂക്കളും ഒക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അത്ര വലിയ റൂമൊന്നും അല്ലല്ലോ, ഒരു ചെറിയ റൂമിലല്ലേ നമ്മൾ താമസിക്കണം. അതിന് വേണ്ടിയുള്ള സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ വള്ളിക്കെട്ടാവും വീട്ടിൽ. ഞാനിതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. മാത്രമല്ല എനിക്ക് ഇതിന് വേണ്ടിയിട്ടൊന്നും പൈസ സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ കുറേ നേരം ആസ്വദിച്ചു. എല്ലാ തരത്തിലുള്ള പൂക്കളും ഉണ്ട് കേട്ടോ അവിടെ. പിച്ചിപ്പൂവ്, മന്ദാരം, അതുപോലെ കടലാസ് പൂവ്, അതുപോലെ സൺഫ്ലവറിൻ്റെ പൂവ്, അങ്ങനെ ഓർക്കിഡ്, എല്ലാം വളരെ ഒറിജിനാലിറ്റി നമുക്ക് തോന്നും. ഇത് ഒറിജിനൽ ഫ്ലവർ ആണോ, ഇനി ഒറിജിനൽ ഫ്ലവർ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ. അത് മാത്രമല്ല നല്ല കളേഴ്സാണ് കേട്ടോ, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്. ഇതൊക്കെ ഒരു റൂമിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ കാണാൻ. ഇതൊക്കെ കണ്ടിട്ട് എണിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ഒരു കുഞ്ഞു റൂമാണ്. അപ്പം ഇതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ബെഡ് ഇട്ടിട്ട് കബോർഡ് മാത്രമേ ഉള്ളൂ. അത് മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ. അത് തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാനുള്ളത്. പണ്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇതിലും ചെറിയൊരു റൂമിലാണ് കേട്ടോ നിന്നത്. ഏറ്റവും ചെറിയ റൂം, കുഞ്ഞു റൂമിലാണ് ഞങ്ങൾ നിന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ഭാഗ്യമാണ്. അത് മാത്രമല്ല ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്ന തന്നെ വലിയൊരു ഭാഗ്യമാണ്. ചില ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് 30-40 വർഷമൊക്കെ ഒറ്റയ്ക്ക് നിന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പ്രായവും അതുപോലെ ആ നല്ല സമയവും എല്ലാം വേസ്റ്റായി പോയത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നാറുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണെന്നും എനിക്ക് കിട്ടിയ ഭാഗ്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അതുപോലെ എൻ്റെ പൊന്നു മോളുടെയും കൂടെ എനിക്ക് ഒരുപാട് നാൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. എനിക്കല്ലെങ്കിലും ഇഷ്ടമല്ല കേട്ടോ ഭർത്താവ് ഗൾഫിൽ, ഞാൻ നാട്ടിൽ, കുട്ടി അവിടെ, അങ്ങനെയൊന്നും നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് തീരെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ. എൻ്റെ ഭർത്താവിനെ ഒറ്റയ്ക്കിട്ട് സങ്കടപ്പെടുത്താനോ അതുപോലെ ഒറ്റയ്ക്കിട്ട് കഷ്ടപ്പെടുത്താനോ ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. എപ്പോഴും കഷ്ടപ്പാടെല്ലാം കൂടുതൽ എടുക്കാൻ എനിക്കാണ് ഇഷ്ടം. ഞാൻ എല്ലാ കഷ്ടപ്പാടുകളും എടുത്തോളാം, പക്ഷെ അവരെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാണിക്കുന്ന ആപ്പിളും ഓറഞ്ചും പഴങ്ങളും ഒന്നും ഒറിജിനൽ അല്ല കേട്ടോ. എന്തോ പ്ലാസ്റ്റിക് പാരീസോ അതോ എന്തൊക്കെയോ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണേ. ഈ മുന്തിരി ആണെങ്കിലും എല്ലാം, പക്ഷെ വളരെ ഒറിജിനൽ ആണെന്ന് നമുക്കിത് കണ്ടാൽ പറയത്തുള്ളൂ. അതുപോലെയാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഡൈനിങ് ടേബിളിലൊക്കെ ഇതെടുത്ത് വെക്കുവാണെങ്കിൽ നല്ലൊരു രസം ഉണ്ടാവും കേട്ടോ കാണാൻ. കാഴ്ചയ്ക്ക് ഉണ്ടാവും ഇതെല്ലാം, നല്ല ഭംഗിയുണ്ട്. അതുപോലെ തീർന്നും പോകത്തില്ല. ഒറിജിനൽ ആണെങ്കിൽ നമ്മളെല്ലാം കഴിച്ച് തീർത്ത് കളയത്തില്ലേ, പക്ഷെ ഇതൊക്കെ മേടിച്ച് വെച്ചേക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ. അത് നല്ലൊരു ഷോയ്ക്ക് പറ്റിയൊരു സാധനമാണ്. നമുക്കിവിടെ ഡൈനിങ് ടേബിൾ ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യവും ഇല്ല. ഇതൊക്കെ ഞാൻ വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് പോയ എൻ്റെ പൊന്നു മോള് ഇത് നാല് വഴിക്കാക്കും കേട്ടോ. ഇത് കീ തൂക്കിയിടുന്ന ഒരു സാധനമാണ് ഞാൻ എടുത്ത് പൊക്കി പിടിച്ചത് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു എന്ത് സാധനമായിരുന്നു, കാരണം അതൊരു വലിയ പലക പോലെ ഇരിക്കുക. എനിക്കത് മനസ്സിലായില്ല അത് എന്ത് സാധനമാണെന്ന്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ, ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ചാച്ചനാണ് എന്നോട് പറഞ്ഞത് അത് കീ ഇങ്ങനെ തൂക്കിയിടുന്നതാണ്. ഇപ്പോൾ ഡോറിൻ്റെ കീ ആണെങ്കിലും വണ്ടിയുടെ കീ ഒക്കെ ഇല്ലേ, അത് തൂക്കിയിടാൻ പറ്റിയൊരു സാധനമാണത്. പിന്നെ ഞാനൊരു സാധനം ഇവിടെ കണ്ടു കേട്ടോ. കിളിക്കൂട് ഇല്ലേ, കിളിക്കൂട് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കരകൗശല വസ്തുക്കളാണ് കേട്ടോ ഇതെല്ലാം. ആ ഒരു സെക്ഷനിലോട്ടാണ് ഞങ്ങൾ കയറി ചെന്നത്. ഇതിനകത്ത് കിളിക്കൂടാണിത്. അപ്പം ഞാൻ അതൊക്കെ എടുത്തുനിന്ന് കളിക്കുവാണ് കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു 4-ലൊക്കെ പഠിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് വരുമ്പോൾ പല ടൈപ്പിലുള്ള കൂടുകളും അതുപോലെ കിളി മുട്ട ഇട്ട് വെച്ചാണ് അതൊക്കെ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്ന് വന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു പാമ്പ് തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറി പോകുന്നു. അപ്പം അന്നൊക്കെ എൻ്റെ അമ്മനെ വിളിക്കാൻ വേണ്ടി വരുമായിരുന്നു കേട്ടോ. അപ്പം അമ്മയെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ ഉണ്ട് പാമ്പ് തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറി പോകുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി നിന്നു കേട്ടോ. പാമ്പ് തെങ്ങിൻ്റെ മണ്ടയിൽ കയറാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മരത്തിൽ പാമ്പ് കയറുമോ സത്യത്തിൽ? ഞാൻ അന്ന് അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് എനിക്ക് ആ ഒരു അത്ഭുതം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് മോട്ടോർ സൈക്കിളിന്റെ മിനിയേച്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ.
കാര്യം ഞാൻ ഈ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി. അതിനകത്ത് ഏറ്റവും വലിയ പേടിയുള്ളതാണ് മോട്ടോർ സൈക്കിളും അതുപോലെ സൈക്കിളും. എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഏതെങ്കിലും ജില്ലയിൽ കൂടെ പോയാൽ തന്നെ എനിക്കങ്ങ് പേടിയാണ്. വണ്ടി പൊതുവേ എനിക്കെന്തോ പേടിയാണ്. ഈ 1 to 10 എന്ന് പറഞ്ഞാൽ ഞാൻ 4 ഫ്ലോറിലായിട്ട് പരന്ന് വിരിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. നടന്ന് 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 ഒരു വഴി പെരുവഴിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഗോതമ്പിന്റെ ഒരു ഇതാണ്. ഗോതമ്പിന്റെ ഒറിജിനൽ ആണ് കേട്ടോ ഇത്. ഗോതമ്പിന്റെ തന്നെ വൈക്കോലാണ്. ഇത് വൈക്കോലെന്ന് എന്താ പറയുക അതിന്, അത് തന്നെയാണ് കേട്ടോ ഇത്. അതിനൊന്ന് കളർ അടുപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുവാണേ. ഈ ഒരു പുളിയില്ലേ സ്റ്റാർ, അത് തന്നെ സ്റ്റാർ ഫ്രൂട്ട്. ഈ സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ചും പഴയ ഒരു ഓർമ്മയുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ പഴയ സാധനങ്ങളും കാണുമ്പോൾ പഴയ പഴയ ഓർമ്മകൾ ഇങ്ങനെ തികട്ടി തികട്ടി വരും കേട്ടോ. പണ്ട് അച്ഛൻ എന്നെ നഴ്സറി പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം ടീച്ചറിന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടോ. അന്ന് സാധാരണ അച്ഛനാണ് എന്നെ വിളിക്കാൻ വരാറ്. അന്ന് അച്ഛൻ വന്നില്ല വിളിക്കാൻ എന്നെ. അപ്പൊ ടീച്ചർ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടോ. ടീച്ചർ എന്നെ നഴ്സറി പഠിപ്പിക്കുന്ന ടീച്ചറാണേ. ടീച്ചറുടെ പേര് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കണ്ടേ, രത്നമ്മ എന്നാ പേര്. അപ്പോൾ ഞങ്ങളുടെ അവിടെ സിറ്റി തന്നെ ടീച്ചർക്ക് ഒരു ഹോട്ടലുണ്ട്. കൃഷ്ണ എന്നെങ്ങാണ്ട് അന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെ, കൃഷ്ണ ഹോട്ടല്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് ആ ഹോട്ടല്. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ അടുത്താണ് ടീച്ചറിന്റെ വീട്. ആ ഹോട്ടലിന്റെ തൊട്ട് പുറകിലാണെന്നേ. അവിടെ നിറച്ച് ഈ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്ന അപ്പോഴാണ് കേട്ടോ. അപ്പം നിലത്ത് ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ടായിരുന്നു, പഴുത്ത് പഴുത്ത് നല്ല മഞ്ഞ കളറിൽ കേട്ടോ. അന്നൊരു മഴക്കാലമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്തും ഞാൻ ഒരെണ്ണം പറക്കി തിന്ന് കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ അന്ന് ആദ്യമായിട്ട് ചീത്ത പറഞ്ഞു. അങ്ങനെ പറക്കി തിന്നണ്ട, അത് കൊള്ളത്തില്ല, ചിലപ്പോൾ പാമ്പൊക്കെ കുത്തിയതാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പറിച്ചു തന്നു. അയ്യോ, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇന്നും നാവിന്ന് പോയിട്ടില്ല കേട്ടോ. ഈ ഒരു ഫ്രൂട്ട് എവിടെ കണ്ടാലും, പക്ഷെ ഞാൻ ഒറിജിനലായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ നോക്കാറുണ്ട് ഇങ്ങനത്തെ പഴയ ഓർമ്മകളൊക്കെ, പക്ഷെ ഇന്ന് വരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ കണ്ടിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല. പക്ഷെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അന്നത്തെ ഓർമ്മ, ആ മധുരവും ആ രുചിയും ഇന്നും എൻ്റെ മനസ്സിൽ. അപ്പൊ ആ കരകൗശലത്തിന്റെ ആ സെക്ഷനിൽ നിന്നൊക്കെ ഞങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്തു കേട്ടോ. ഇനി കുട്ടികളുടെ ടോയ്സിന്റെ അടുത്തിട്ടാണ് ചെന്നത്. പറയണ്ടല്ലോ, കുറേ പാവകൾ ഉണ്ടായിരുന്നു കേട്ടോ. പാവകള്, ബൊമ്മകള്, കീ കൊടുത്ത ഓടണ കാറ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. തീ തുപ്പുന്ന നമ്മുടെ ഡ്രാഗൺ കുഞ്ഞുങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ പാവകളോ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളോ ഒന്നും വാങ്ങിത്തരാൻ മാമന്മാരോ മാമിമാരോ അല്ലെങ്കിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കളിപ്പാട്ടത്തിന് വിരോധികളായിരുന്നു. അവരൊന്നും എനിക്ക് ഇതുപോലെ മേടിച്ച് തന്നിട്ടില്ല കേട്ടോ. ക്യാഷിൻ്റെ കാര്യത്തിലോട്ട് ഓർക്കുമ്പോൾ അവർ ഭയങ്കര പിശക്കന്മാരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു പാവയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പള്ളിപ്പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവ പറമ്പിൽ നിന്നൊക്കെ മേടിച്ചിരുന്ന ഒരു ചെണ്ട ഉണ്ടല്ലോ, കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുലുക്കുമ്പോൾ ഒച്ച വെക്കുന്ന ചെണ്ട, ആ ഒരു ചെണ്ടയൊക്കെയാണ് എനിക്ക് മേടിച്ചു തരാം. അല്ലെങ്കിൽ വല്ലപ്പോഴും പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ ഞാൻ ഒരുപാട് വാശി പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലൂൺ മേടിച്ചു തരും. ഈ അമ്മാവൻ ബലൂണില്ലേ, അതാണ് കേട്ടോ മേടിച്ച. അതെങ്ങാണ്ട് 1 രൂപയോ 2 രൂപയോ എങ്ങാണ്ടാ ഉണ്ടായിരുന്നുള്ളൂ എന്നാ തോന്നണേ. അത് തന്നെ ഞാൻ 10 പ്രാവശ്യം എനിക്ക് കരഞ്ഞാൽ അതൊന്ന് വാങ്ങിച്ചു തരാം. അന്ന് പക്ഷെ എനിക്ക് പിടിവാശികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് കിട്ടിയാലും ഓക്കെ, അങ്ങനെ ഒരു മനസ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും. അവർക്ക് അവരുടേതായ വാശികളൊക്കെ ഉണ്ടാവില്ലെന്ന്. ചെറിയ മുട്ട, വലിയ മുട്ട, ചെറിയ മുട്ട കുറച്ചാളുകൾ മേടിച്ചോണ്ട് വരും. ഐഷുവിന് ഈ പ്രാവശ്യം ഒരു കളിപ്പാട്ടത്തോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇതുപോലെ പാവയും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അവൾക്ക് ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആ ഒരു ഡക്കിലൊന്ന് പിടിച്ചിട്ടിരിക്കുവാണ് കേട്ടോ. അതും ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല, കാരണം പോയ വഴിക്ക് ഇവളതിനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. ഇപ്പൊ അവളുടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം താബിയാണ് കേട്ടോ. താബിയെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തൊന്നുമല്ല, ഞങ്ങൾ ഇതുപോലെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഐഷുവിന് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. എൻ്റെ അച്ഛനെയും അമ്മയെപ്പോലെ ഒന്നുമല്ല ഞങ്ങൾ അങ്ങനെ പിശുക്കന്മാരൊന്നും അല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ ഇതുപോലുള്ള ടോയ്സുമായിട്ട്. അതുകൊണ്ട് എനിക്കും ഐഷുവിനും ഒക്കെ ഒരുമിച്ച് ആ കുഞ്ഞു പരുവത്തിലുള്ള എനിക്ക് വാങ്ങിക്കാൻ പറ്റാത്ത എല്ലാ കളിപ്പാട്ടങ്ങളും ഞാനിപ്പോൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പ്രാവശ്യം മേടിച്ചു കൊടുത്തത്, ഇപ്പം ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പാവയുണ്ടല്ലോ, ഈ ഒരു ഡക്ക്,
ആ കുഞ്ഞി ഡക്കാണ് ഞാൻ മേടിച്ചു കൊടുത്തിട്ട്. ഈ ഡക്കിനെ അവളെ ഏതോ ഒരു കാർട്ടൂണിൽ കണ്ടതാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിപ്പി പിപ്പി എന്ന് പറഞ്ഞ ഒച്ച കേക്ക് കേട്ടോ. അപ്പൊ അതാണ് ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 5-8 ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഒരൊറ്റ പാക്കറ്റിൽ. അതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അതിലേട്ടാണ് ആ നോട്ടം. അപ്പൊ അതൊന്ന് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പൊ പക്ഷെ അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ടാബിയാണ് അവളുടെ ഏറ്റവും ഫേവറേറ്റ്. ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഒരു കളിപ്പാട്ടങ്ങളും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ തന്നെ വാക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ഒരു മിഷനിൽ നിന്ന് ഇങ്ങനെ പൈസ കോയിൻസ് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു, പാവ. അപ്പൊ ഈ ഐഷു അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ആ സമയത്ത് ആ ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ് ആ താബിയെ. ആ താബി ഇതുവരെ ഐഷു നിലത്തേ വെച്ചിട്ടില്ല കേട്ടോ. അവൾ എപ്പോഴും അതിനെടുത്തുകൊണ്ട് കളിപ്പിച്ചുകൊണ്ട് നടക്കും. അവൾക്ക് എപ്പോഴാണോ വിശക്കുന്നത് അവൾ അതിനും ആഹാരം കൊടുക്കും. അതുപോലെ തന്നെ അവൾ എപ്പോഴാണോ വെള്ളം കുടിക്കുന്നത് ആ സമയത്തൊക്കെ അതിനും വെള്ളം കൊടുക്കും കേട്ടോ. പിന്നെ അവൾ കുളിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അവള് കുളിപ്പിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അത് മതിയായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ വാഷിംഗ് മെഷീനിലിട്ട് ഒന്നുകൂടെ കുളിപ്പിക്കും കേട്ടോ. അപ്പൊ ഒരു ഫോൺ അവിടെ കണ്ടു കേട്ടോ. അപ്പൊ അതൊന്നും എടുത്ത് ഞാൻ കൊടുത്തതാണ് വേണോന്ന് ചോദിച്ചിട്ട്. സാധാരണ നമ്മുടെ എൻ്റെ ഫോൺ കിട്ടിയാലും അല്ലെങ്കിൽ വീട്ടിലെ റിമോട്ട് കിട്ടിയാലും അവളിങ്ങനെ ചുവട്ടിൽ വെച്ചിട്ട് ഹലോ ഹലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം എന്താണോ ഫോൺ കിട്ടിയിട്ട് അവൾ നമ്പറൊക്കെ ഞെക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ഹലോ ഹലോ എന്ന് വെച്ചു. പക്ഷെ അവളൊന്നും അതിന് ആക്റ്റീവ് ആയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ അങ്ങ് നടന്ന് അങ്ങ് പോയി കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞങ്ങൾ പോയത് പിന്നെ പാത്രങ്ങളുടെ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ. പാത്രങ്ങളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ചട്ടി, അതുപോലെ തന്നെ പാത്രങ്ങൾ, കലം, അതുപോലെ ചീനച്ചട്ടി, അങ്ങനെ ഒരുപാടുണ്ട്. ഞാനപ്പോൾ ഒരുപാട് തപ്പി ഇതിനകത്ത് എൻ്റെ കയ്യിലില്ലാത്ത എന്താണെന്നൊക്കെ ഒന്ന് നോക്കി നടക്കുവാണ് കേട്ടോ. അപ്പൊ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം കൂടി ഞാനിവിടെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൂടെ തപ്പി നടക്കുന്നത് കേട്ടോ. പാത്രക്കടയിലും തുണിക്കടയിലൊക്കെ കയറി കഴിഞ്ഞ് എനിക്കൊരു പ്രാന്താണ് കേട്ടോ. എനിക്ക് അങ്ങ് വെപ്രാളമായി എല്ലാം വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ബഡ്ജറ്റും കൂടി നമ്മൾ നോക്കണ്ടേ. എല്ലാം അങ്ങനെ മേടിച്ചിട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ കുറച്ച് മേടിക്കും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന 1-2 എടുക്കും ആ ഒരു സമയത്ത്. സ്ത്രീകൾക്കെല്ലാം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഞാൻ ഈ ഒരു അരിപ്പ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് വീട്ടിൽ അരിപ്പയുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. അപ്പൊ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒഴിച്ച് കഴിയുമ്പോൾ അതൊന്ന് പൊള്ളിപ്പോവോന്നൊക്കെ എനിക്കൊരു പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വാങ്ങിച്ചു കേട്ടോ. അത് നല്ലതാണ്, യൂസ്ഫുള്ളാണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതൊന്ന് വാങ്ങിക്കാം. ഞാൻ വീണ്ടും വയ്യാണ്ട് വരുന്നുണ്ട് കേട്ടോ. ഐഷു മോനെ ഗുഡ്. ഓക്കെ 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 എന്ന് പറ. കുറച്ച് സാധനം കേട്ടോ മേടിച്ചത്. ഒരുപാട് സാധനമൊന്നും മേടിച്ചില്ല. അല്ലാണ്ട് സാധനങ്ങളൊന്നും മേടിക്കാൻ പ്ലാൻ ചെയ്ത് പോയതല്ല. ഞങ്ങൾ വേറെ വഴിക്ക് പോയതല്ലേ. പിന്നെ ഒന്നും വേണ്ട. പിന്നെ പ്രധാനപ്പെട്ട സാധനം വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. പ്രധാനപ്പെട്ട സാധനം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇടിയപ്പും പീച്ചി വാങ്ങിക്കണമെന്ന്. അപ്പം അതാണ് കേട്ടോ മേടിച്ചത്. അതാണ് എനിക്ക് പ്രധാനപ്പെട്ട സാധനം. ഇതാട്ടോ. ഞങ്ങളുടെ നാട്ടിലേ ഇടിയപ്പം ബീച്ചി എന്നാ പറയാ. പക്ഷെ എല്ലായിടത്തും സേവനാഴി എന്നാണ് കേട്ടോ പറയാ. അപ്പം അത് വാങ്ങി സന്തോഷം. കുറേ വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, അതങ്ങോട്ട് സാധിച്ചു. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.